പ്രിയമുള്ളവരെ, ഇപ്പോൾ മഴക്കാലം കട്ടിപിടിച്ചു വരികയാണ്. മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത് ഒരു മഴക്കോട്ടാണ്, റെയിൻകോട്ട്. സാധാരണഗതിയിൽ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, മഴക്കാലത്ത് പൊതുവേ ഒരു ചലഞ്ചാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. പലരും ആ മാർഗം ഒഴിവാക്കി വേറെ ബസ്സിനും കാറിനുമൊക്കെ യാത്ര ചെയ്യുന്ന ശീലങ്ങളാണ് കണ്ടുവരാറുള്ളത്. കാരണം ഈ മഴ നനയുന്നതും, കുട ചൂടിയാലും മഴ നനയുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കോട്ടിട്ട് കഴിഞ്ഞാലും മഴ നനയുന്നൊരു പ്രവണത. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കോട്ടിട്ട് പോകുമ്പോൾ ആദ്യകാലത്തൊക്കെ 600, 700, 1000, 2000 ഒക്കെ വരെയുള്ള കോട്ടുകളാണ് നമ്മൾക്ക് ഉപയോഗിച്ചിരുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് അതൊരു ബാലികേറാമല തന്നെയാണ്. എന്നാൽ പാവങ്ങളെ, സാധാരണക്കാരനെ ഉദ്ദേശിച്ച് 100 രൂപയുടെയും 150 രൂപയുടെയും കോട്ടുകളൊക്കെ ഇപ്പോൾ സുലഭമായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കോട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, പല വർണ്ണങ്ങളിലായിട്ടുള്ള സിംഗിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പക്ഷേ ഇതിനൊരു പോരായ്മയുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ മുൻഭാഗവും ബാക്ക് ഭാഗവും ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്, ഫുൾ കവറിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, വെയർ ചെയ്യുന്ന സമയത്ത്, ധരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഈ കാണുന്ന താഴ്ഭാഗത്ത് കൂടി വേണം നമ്മൾ എന്താവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം അഥവാ തലഭാഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അതിലൂടെ ഇങ്ങനെ ഊരി ഇറക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇങ്ങനെ ഫസ്റ്റ് മഴയില്ലാത്ത സമയത്താകുമ്പോൾ വിഷയം വരില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി നിന്നു, യാത്രക്കിടയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷോപ്പിങ്ങിനോ മറ്റൊരു കടയിലൊക്കെ കയറി, ആ സമയത്ത് നമ്മൾ ഊരി വെച്ചു എന്ന് വിചാരിക്കുക. വീണ്ടും നമ്മളിത് റീയൂസ് ചെയ്യുമ്പോൾ, വീണ്ടും നമ്മൾ റീവെയർ ചെയ്യുമ്പോൾ, വീണ്ടും നമ്മളിത് ധരിക്കുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് തലഭാഗത്തൂടെ ധരിക്കാൻ പറ്റില്ല, ഇതിൻ്റെ കാൽഭാഗത്തൂടെ തന്നെ ധരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ തലഭാഗത്തൂടെ കൊടുത്ത് കൊണ്ടുവരണം. ഈ കോട്ടിൻ്റെ കാൽഭാഗം, കോട്ടിൻ്റെ താഴ്ഭാഗം നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തിലൂടെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഷർട്ടും മറ്റൊക്കെ നനയും. മാത്രമല്ല റോഡിലൂടെയുള്ള മാലിന്യങ്ങളും മറ്റും അത് പല രോഗാവസ്ഥകൾക്കൊക്കെ കാരണമാകും. നമ്മുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയൊക്കെ വരും. പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെ ആണെങ്കിൽ നജസിൻ്റെ പ്രശ്നം വരും, നിസ്കാരം സ്വഹിയാകാതെ വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടോ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കത്രിക വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ കീറാം. കണ്ടോ, ഇങ്ങനെ കീറി കൊടുത്താൽ ഏതുവരെ, ആ ഹെഡിൻ്റെ അതുവരെ നമുക്ക് കീറി കൊടുത്താൽ പോലെ. കണ്ടോ, അതുവരെ നമുക്ക് കീറി കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കണ്ടോ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ഈ ഭാഗത്തിലൂടെ, ഈ ഓപ്പണായ ഭാഗത്തിലൂടെ നമുക്ക് ഇത് ഇടുകയും ഊരുകയും ചെയ്യാം. അഥവാ അത് ഉപയോഗിക്കുകയും അത് ഊരി മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താവാൻ പറ്റും, ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നമ്മളെ തല ഇട്ടുകൊണ്ട് അവിടെയൊക്കെ വെള്ളമാകുന്നൊരവസ്ഥ, അതുപോലെ തന്നെ നജസ്സുകളും ചെളികളും ഒക്കെ ആകുന്നൊരവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ കോട്ട് വാങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളങ്ങനെ ചെയ്യും. നിങ്ങളെ കമൻറ്റുകൾ എന്താണ് ഇതിൽ രേഖപ്പെടുത്തണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു. പിന്നെ ഇതിലാകെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം അവിടെ ഓപ്പണായിട്ട് ഇരിക്കും. അതുമാത്രമല്ല, അപ്പോൾ വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയായാലും നമ്മൾ നനയും. പക്ഷേ നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീറ്റിൽ നിന്ന് നമ്മൾ നനയുന്ന ചെറിയൊരു ഇത് നമ്മൾ സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിലേറെ വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ വരുന്നത്. അത് നമുക്ക് വേറെ സീറ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കവറിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ സംവിധാനിച്ചിട്ടോ നമുക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമേ തന്നെ പ്രശ്നമുള്ളൂ. ഏതായാലും ഇതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു. എനിക്ക് തോന്നിയ ഈ ഒരു ഐഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ.